So in the previous video we have discussed what is solidification, how the solidification is happening, what is nucleation, what is homogeneous nucleation, and the mechanism of homogeneous nucleation, what is heterogeneous nucleation, factors affecting heterogeneous nucleation, what is the basic differences between homogeneous and heterogeneous nucleation. So in this video we are going to discuss the grain boundary size, shape, and how it affects the mechanical properties of the material. So during solidification, the liquid metal, when crystal or grains with different atomic oration. അപ്പം അതായത് സോളിഡിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻ ദി ലിക്വിഡ് മെറ്റൽ എന്തായിട്ട് മാറുന്നു? ക്രിസ്റ്റൽസ് ഓർ ഗ്രെയിൻസ് ഓഫ് ഡിഫറെൻറ്റ് അറ്റോമിക് ഓറിയൻറ്റേഷൻ. ദാറ്റ് മീൻസ് ദേ ആർ പോളി ക്രിസ്റ്റലൈൻസ് ചെയ്യുന്ന സോളിഡിഫിക്കേഷൻ കഴിയുമ്പോഴത്തേനും പല പല ഗ്രെയിൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓരോ ഗ്രെയിൻസിനും ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻ ആയിരിക്കും. ഓരോ ഗ്രെയിൻസിനും ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻ അല്ലേ, അതുകൊണ്ടാണ് അതിനെ പോളി ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ. ഇഫ് ഓൾ ദ ഗ്രെയിൻസ് ആർ ഹാവിങ് സെയിം ഓറിയൻറ്റേഷൻ ഇറ്റ് വിൽ ബി called crystalline materials. Okay, and is a polycrystalline. Okay, polycrystalline means each grains is having different orientation. So the atomic packing between two adjacent grains will be distorted and the region can be considered as imperfection. ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേന് ഒരു ക്രിസ്റ്റൽ എടുക്കുന്നു, അതിനകത്ത് കുറേ ഗ്രെയിൻസ് ഉണ്ട്, സോ മെനി ഗ്രെയിൻസ്. സോ ദ ആറ്റംസ് അറേഞ്ചിങ് along the grain transition between two grain is distorted. So atoms arranged along the area where the transition between two grains are distorted. So atomic packing between two adjacent grains will be distorted and the region is considered as an imperfection. So some kind of imperfection exists in these areas. Okay, some kind of imperfection exists in these areas because the atoms. So when we consider a grain, see, I consider a grain. Here atoms are arranged regularly in a regular manner, but when it comes to this border, what happened is some kind of imperfection is there. So that transition zone where the atoms are aligned, neither of the boundary atoms are called the grain boundary. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ സോൺ ട്രാൻസിഷൻ സോണിൻ്റെ പ്രത്യേകത എന്താണ്? സോ മെനി ഗ്രെയിൻ ബൗണ്ടറീസ് എലോങ് ദിസ് ട്രാൻസിഷൻ സോൺ. ഈ ആറ്റംസ്, ഈ ട്രാൻസിഷൻ സോണിലെ ആറ്റംസ് ഈ ഒരു ഗ്രെയിൻ ബൗണ്ടറിക്ക് അനുകൂലമായിട്ടാണോ അറേഞ്ച് ചെയ്തേക്കുന്നത്? അല്ല, ഈ ഒരു ഗ്രെയിൻ ബൗണ്ടറിക്ക് അനുകൂലമായിട്ടോ അറേഞ്ച് ചെയ്യുക. അപ്പോൾ രണ്ട് ഗ്രെയിൻസും ഓറിയൻറ്റേഷൻസ് അനുസരിച്ചല്ല അറേഞ്ച് ചെയ്തേക്കുന്നത്, പക്ഷേ ഒരു ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷനാണ്. സോ ദാറ്റ് ട്രാൻസിഷൻ സോൺ, ആ ഒരു ട്രാൻസിഷൻ സോണിനെ പറയുന്ന പേരാണ് ഗ്രെയിൻ ബൗണ്ടറി. സോ ആറ്റംസ് അറ്റ് ദി ഗ്രെയിൻ ബൗണ്ടറി ഹാഡ് മോർ എനർജി ദാൻ ദി ആറ്റംസ് അറ്റ് ഇൻറ്റീരിയർ ഓഫ് ദി ഗ്രെയിൻസ്. അത് കറക്റ്റ് അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ ഗ്രെയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രെയിൻസിന് ഇന്നിലുള്ള ആറ്റംസ് എല്ലാം കറക്റ്റായിട്ട് പ്രോപ്പർ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ബട്ട് ദ ഗ്രെയിൻസ് ഓൺ ദി ഗ്രെയിൻ ബൗണ്ടറി ഇസ് സ്ട്രെസ്ഡ് അല്ലേ? അപ്പോൾ അത് ഈ ഗ്രെയിൻ ബൗണ്ടറിയിലും അല്ല, ഈ ഗ്രെയിൻസിലും അല്ല, ഈ ഗ്രെയിൻസിലും നടുക്കാണ്. അപ്പം എന്ത് സംഭവിക്കും? അവിടെ സം കൈൻഡ് ഓഫ് ഇംപെർഫെക്ഷൻസ് ഉണ്ട്. സോ ദ ആറ്റംസ് at the grain boundary are stressed, so it having more energy than the atoms at the interior of the grain boundary. So നമുക്ക് അതൊന്ന് ഫിഗർ വെച്ച് നോക്കാം. സി, ഇത് കണ്ടോ, ഇത് ആറ്റംസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ്. ദിസ് ഈസ് വൺ ഗ്രെയിൻ, ദിസ് ഈസ് അനദർ ഗ്രെയിൻ, ദിസ് ഈസ് അനദർ ഗ്രെയിൻ. സോ വെൻ ദീസ് ഗ്രെയിൻസ് ഇൻ്റർസെക്ട് ഈച്ച് അതർ, ദീസ് പോയിൻറ്റ്സ് അറ്റ് ദ ബൗണ്ടറി, ഈ ബൗണ്ടറി എന്താ പ്രത്യേകത? അറേഞ്ച്മെൻറ്റ്സ് ആർ നോട്ട് പ്രോപ്പർ അല്ലേ? അവിടെയൊക്കെ അറേഞ്ച്മെൻറ്റ്സ് കറക്റ്റാണ്, പക്ഷേ ഈ ഭാഗത്ത് എന്താണ്? സം kind of imperfection is there. So in that transition area, the atoms are neither aligned to both of the grains. രണ്ട് ഗ്രെയിൻസിനും കറക്റ്റ് ഓറിയൻറ്റേഷൻ ആയിരിക്കില്ല. So here that area is known as grain boundary. Okay, so this is a microscopic structure of a grain boundary showing grains showing grain boundary. See, so many grains are there. Okay, so many grains are there. Each grains are having different orientation and atoms in the grain boundary are having more energy because that is more stressed and they are maybe having some kind of imperfection. Okay,
So grain size, the microstructure of a single phase material can be varied by the grain size and duration. അതായത് പറഞ്ഞു വരുന്നത് വെച്ചാൽ നമുക്ക് നമ്മുടെ ഗ്രെയിൻ സൈസ് എങ്ങനെയൊക്കെയാണ് വേരി ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഹൗ വി ക്യാൻ മേക്ക് ദ ഗ്രെയിൻ സൈസ് വേരി. സോ ദെയർ ആർ ബേസിക്കലി ടു ടൈപ്സ് ഓഫ് കൂളിംഗ് ഇസ് ദെയർ. വാട്ട് ഈസ് സ്ലോ കൂളിംഗ്, വൺ ഈസ് സ്ലോ കൂളിംഗ്, വൺ ഈസ് റാപ്പിഡ് കൂളിംഗ്. സ്ലോ കൂളിംഗ് ഉണ്ട്, റാപ്പിഡ് കൂളിംഗ് ഉണ്ട്. സ്ലോ കൂളിംഗ് എന്ത് ചെയ്യും, വാട്ട് ഹാപ്പൻ വെൻ വി കൂൾ എ മോൾട്ടൺ മെറ്റൽ വെരി സ്ലോലി. ഇഫ് ദ കൂളിംഗ് റേറ്റ് ഈസ് വെരി സ്ലോ, ഇഫ് ദ കൂളിംഗ് റേറ്റ് ഈസ് ടു സ്ലോ, then what happen, only few nuclei will form and the growth commences only from those nuclei and the crystal sizes will be large. സി നമ്മൾ സ്ലോ പതുക്കെ കൂൾ ചെയ്യുവാണ്. ഉള്ളി ഫ്യൂ ന്യൂക്ലിയസ് സി ഫോർ എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ ഉള്ളി ഇത്രയും ന്യൂക്ലിയസ് ഉണ്ടാകുന്നുള്ളൂ. നൗ ദിസ് ന്യൂക്ലിയസ് ഗ്രോൺ ഇൻ ടു ക്രിസ്റ്റൽ. സി large crystals have 1 2 3 4 5 6 crystals only formed. If we means only less number of nuclei are formed because the undercooling is very low during slow cooling. So if we cool slowly, what happen, the grain structure formed will be of large size. Okay, നമ്മൾ പതുക്കെ കൂൾ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗ്രെയിൻ സ്ട്രക്ചർ will be large in size. Since suppose we are cooling a molten metal very fast, okay, നമ്മൾ ഫാസ്റ്റ് ആയിട്ട് കൂൾ ചെയ്യാന്നിരിക്കട്ടെ, നമ്മൾ ഫാസ്റ്റ് ആയിട്ട് കൂൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞത്, നമ്മൾ ഫാസ്റ്റ് ആയിട്ട് കൂൾ ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ, so many grains are formed, so many nucleus are formed. So many nucleus formed, each of the nucleus grown into a separate grains. So what happens, so many grains are formed. So what happens, the growth of grains is limited. So ഓരോ ന്യൂക്ലിയസും വളർന്ന് വലുതാകും, പക്ഷേ അതിൻ്റെ ഗ്രോത്ത് ലിമിറ്റഡ് ആണ്. അപ്പോൾ അവിടെ എന്താണ്, ഒരുപാട് ഗ്രെയിൻസ് ഉണ്ടാകും. സോ ദ ഗ്രെയിൻ സൈസ് വിൽ ബി സ്മോൾ. സോ റാപ്പിഡ് കൂളിംഗ് വരുമ്പം എന്ത് സംഭവിക്കും, ദ ഗ്രെയിൻ സൈസ് വിൽ ബി സ്മോൾ ആൻഡ് ദാറ്റ് ഈസ് ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാകുന്നത്. ബട്ട് സ്ലോ കൂളിംഗ് വരുമ്പം ഗ്രെയിൻ സൈസ് ലാർജ് ആയിരിക്കും, ആൾസോ കോഴ്സ് ഗ്രെയിൻ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാകുന്നത്. സോ അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത്, ഹൗ ഈ ഗ്രെയിൻ സൈസ് അഫക്റ്റ് ടൈപ്പ് ഓഫ് കൂളിംഗ്. റാപ്പിഡ് കൂളിംഗ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, സ്ലോ കൂളിംഗ് മീൻസ് അതാണ് ഈ ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത്. സോ റീഡ് ദിസ് ആൻഡ് കം. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ പറയാനുള്ളത് ദ എഫക്റ്റ് ഓഫ് ഗ്രെയിൻ സൈസ് ഓൺ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. അതായത് ഈ ഒരു റാപ്പിഡ് കൂളിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈൻ ഗ്രെയിൻ കിട്ടും, അതായത് സ്മോൾ ഗ്രെയിൻ സൈസ് കിട്ടും. പക്ഷേ നമ്മൾ സ്ലോ കൂളിംഗ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഗെറ്റ്, വി വിൽ ഗെറ്റ് ദി ലാർജ് ഗ്രെയിൻ സൈസ്. സോ ഈ ലാർജ് ഗ്രെയിൻ സൈസിനും സ്മോൾ ഗ്രെയിൻ സൈസിനും നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ എന്ത് എഫക്റ്റാണ് ഉണ്ടാകുന്നതെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻ എ ഫൈൻ ഗ്രെയിൻ മെറ്റീരിയൽ there are more grain boundaries within the bulkometer. നമ്മൾ ഫൈൻ ഗ്രെയിൻ മെറ്റീരിയൽ എടുക്കുക. സി this is a fine, so many grains are there. See, fine grain material. ഓക്കെ, സോ ഇൻ്റെ ഫൈൻ ഗ്രെയിൻ മെറ്റീരിയൽ എന്ത് സംഭവിക്കും, സോ മെനി ഗ്രെയിൻ ബൗണ്ടറി ഇത്ര കൂടുതൽ ഗ്രെയിൻസ് ഉണ്ടാവുന്നു. സോ വാട്ട് ഹാപ്പൻ ഈസ്, സോ ഗ്രെയിൻ ബൗണ്ടറി ആൾസോ too much grain boundary. So too much grain boundary, the grain boundaries are obstruction to the dislocation movement. നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നത്, ഞാനൊരു ഫോഴ്സ് കൊടുക്കുന്നത്, അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രെയിനിലാണ് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഗ്രെയിനിന് അതൊരു ഡിസ്ലൊക്കേഷൻ ഉണ്ടാകും. പക്ഷേ ആ ഡിസ്ലൊക്കേഷൻ ഒരുപാട് മൂവ് ചെയ്യാൻ പറ്റുമോ, ദ ഡിസ്ലൊക്കേഷൻ കനോട്ട് മൂവ് എ ലാർജ് ഡിസ്റ്റൻസ്, ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു എ വെരി സ്മോൾ ഡിസ്റ്റൻസ് ബിക്കോസ് ദ ഗ്രെയിൻ സൈസ് ഈസ് വെരി സ്മോൾ. ഗ്രെയിൻ സൈസ് വളരെ ചെറുതായതുകൊണ്ട് ആ ഡിസ്ലൊക്കേഷൻസ് വളരെ കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്യത്തുള്ളൂ. ആ ഒരു ഗ്രെയിൻ സൈസ് അപ്പോൾ എന്ത് സംഭവിക്കും, ആ മൂവ് ചെയ്ത് അടുത്ത ആ ഗ്രെയിൻ ബൗണ്ടറി എത്തുമ്പോഴത്തേന് ആ ഡിസ്ലൊക്കേഷനെ സ്റ്റോപ്പ് ചെയ്യും. ഈ ഗ്രെയിൻ ബൗണ്ടറി സ്റ്റോപ്പ് ചെയ്യും. ഈ ഡിസ്ലൊക്കേഷൻ കനോട്ട് മൂവ് ടു ഫർദർ ഗ്രെയിൻസ് ബിക്കോസ് ഇത് ഗ്രെയിൻ ബൗണ്ടറീസ് ആക്ട് ആസ് എ ബാരിയർ ഫോർ ഡിസ്ലൊക്കേഷൻ. നമ്മൾ വീണ്ടും ഫർദർ ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രെസ് കൊടുത്തെങ്കിൽ മാത്രമേ ആ ഡിസ്ലൊക്കേഷൻസ് ആ ഒരു ബൗണ്ടറി ഭേദിച്ച് പോയി ലാസ്റ്റ് ഒരു ഫെയിലിയർ സംഭവിക്കത്തുള്ളൂ. സോ വാട്ട് ഹാപ്പൻ വെൻ ദി ഗ്രെയിൻ സൈസ് ഈസ് സോ സ്മോൾ, ദർ ആർ ലാർജ് നമ്പർ ഓഫ് ദ ഗ്രെയിൻ ബൗണ്ടറി ആൾസോ വിൽ ബി ലാർജ്.
much large. So what happens, the dislocation will not move across the boundary. The boundary act as a barrier for the dislocation movement. So this dislocation will pile out at the boundary. അതായത് ഈ ഡിസ്ലൊക്കേഷൻസ് എല്ലാം കൂടെ വന്നിട്ട് ഈ ബൗണ്ടറി ഇങ്ങനെ കൂടി കിടക്കും. സോ therefore more stress will be required to deform such material. ആ ഡിസ്ലൊക്കേഷൻസ് തൊട്ടടുത്ത ഗ്രെയിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു അപ്ലൈ മോർ സ്ട്രെസ്. ലൈക്ക് നമ്മൾ കൂടുതൽ സ്ട്രെസ് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ആ ഡിസ്ലൊക്കേഷൻ തൊട്ടടുത്ത ഗ്രെയിനിലോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥമാണ് വാട്ട് ഇസ് മീൻ, എ ഫൈൻ ഗ്രെയിൻ മെറ്റീരിയൽ ഹാസ് മോർ സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ്. അതായത് ഒരു ഫൈൻ ഗ്രെയിൻ മെറ്റീരിയലിന് കൂടുതൽ സ്ട്രെങ്തും ഹാർഡ്നെസ്സും ഉണ്ടായിരിക്കും. പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഫൈൻ ഗ്രെയിൻ ആകുമ്പോൾ നമ്മളൊരു ഫോഴ്സ് ലോഡ് കൊടുക്കുന്നു. ആ ഡിസ്ലൊക്കേഷൻ ഒരു ഗ്രെയിൻസിന് ആ ഡിസ്ലൊക്കേഷൻ വളരെ കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. ബിക്കോസ് ദ ഗ്രെയിൻ സൈസ് ഈസ് സോ സ്മാൾ. അതുകൊണ്ട് ആ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്ത് തൊട്ടടുത്ത് ഗ്രെയിൻ ബൗണ്ടറിയിൽ എത്തുമ്പം അത് അവിടെ നിൽക്കും. സോ ഇറ്റ് കനോട്ട് മൂവ് ടു നെക്സ്റ്റ് ഗ്രെയിൻ ബിക്കോസ് the grain boundary acts as a barrier for the dislocation movement. So when this continues, the dislocation will pile at the boundaries. So we need to apply more stress for the plastic deformation. ഇവിടെ ഡിഫോർമേഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സ്ട്രെസ് കൊടുക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി ഇതിനകത്തുനിന്ന്, എന്ത് മനസ്സിലായി, grain size small ആണെങ്കിൽ if the grain structure is fine grain structure, then the dislocation will not move to the adjacent grains because it boundary acts as a barrier for the dislocation movement. So what happened, the strength and hardness will be high for fine grain structure. So and the material will have poor ductility. സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ ഡക്റ്റിലിറ്റി കുറവായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയുക, ഈ സൈസ്, ഈ ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റ്, ഈ ഒരു ഗ്രെയിൻ സൈസ് വലുതെന്നിരിക്കട്ടെ. സോ വാട്ട് ഹാപ്പൻ, ദ ഡിസ്ലൊക്കേഷൻ മൂവ്സ് എ ലോങ്ങർ ഡിസ്റ്റൻസ് കമ്പയർഡ് ടു fine grain structure. Fine grain structure-നകത്ത് dislocation moves a small distance. Here the dislocation moves a longer distance compared to fine grain structure. So here dislocation movement happens. Also the number of or the volume of or the length of grain boundary is small compared to the fine grain structure. ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചറിനകത്ത് ഗ്രെയിൻ ബൗണ്ടറീസ് കൂടുതലാണ്, പക്ഷേ ഇവിടെ ഗ്രെയിൻ ബൗണ്ടറി കുറവാണ്. സോ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല. സോ ദ ഡിസ്ലൊക്കേഷൻ മൂവ്സ് ആൻഡ് ദ മെറ്റീരിയൽ ഡിഫോംസ് ആൻഡ് ദ ഡക്റ്റിലിറ്റി ഓഫ് ലാർജ് ഗ്രെയിൻ സ്ട്രക്ചർ മെറ്റീരിയൽ ഈസ് ലാർജ്. ഡക്റ്റിലിറ്റി കൂടുതലായിരിക്കും, സ്ട്രെങ്ത് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ അതിനകത്ത് ബൗണ്ടറി കൂടുതലാണ്. ബൗണ്ടറി കൂടുമ്പോൾ ഡിസ്ലൊക്കേഷനെ കടത്തി വിടത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഡിസ്ലൊക്കേഷൻ അവിടെ വന്ന് പൈൽ ചെയ്ത് കൂടി അവിടെ കിടക്കും. സോ മോർ സ്ട്രെസ് ഈസ് റിക്വയർഡ് ഫോർ ദി ഡിഫോർമേഷൻ. സോ ദ സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ് ഈസ് ഹൈ ബട്ട് ഡക്റ്റിലിറ്റി ഈസ് ലോ. അപ്പോൾ കോഴ്സ് ഗ്രെയിൻ സ്ട്രക്ചറിൻ്റെ കേസിൽ റിവേഴ്സിൽ വരും. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഈ ഗ്രെയിൻ ഷേപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഗ്രെയിൻ ഷേപ്പ്, ദ നേച്ചർ ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ദ ലിക്വിഡ് മെറ്റൽ could affect the shape of the container. So ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു മോൾഡ്. സോ we are pouring a molten metal. സോ മോൾട്ടൺ മെറ്റൽ pour ചെയ്യുമ്പോൾ ഈ ഒരു മോൾഡിൻ സർഫസിൻ്റെ ടെമ്പറേച്ചർ കുറവാണ്. നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുമ്പോൾ പെട്ടെന്നൊരു ചില്ലിങ് എഫക്റ്റ്. ഇത് ഹോട്ട് നമ്മുടെ തിളച്ച് നല്ലൊരു 1000 അല്ലെങ്കിൽ 900 ഡിഗ്രി സെൽഷ്യസ് ഉള്ള മെറ്റലാണ്. സോ ഹിയർ ദ ടെമ്പറേച്ചർ വിൽ ബി നോർമൽ ടെമ്പറേച്ചർ. സോ വെൻ it comes to touch the surface of the mold, what happens is that a chilling effect will occur. A chilling effect will occur. So chilling effect occur ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? More number of nucleus are formed at the surface of the container. So the molten metal in contact with the surface of the container solidifies fast. അത് പെട്ടെന്ന് സോളിഡിഫൈ. പക്ഷേ ഈ നടുക്കുള്ള മോൾട്ടൺ മെറ്റൽ സോളിഡിഫൈ ചെയ്യുമോ? പെട്ടെന്ന് ഇല്ല. ഇറ്റ് ടേക്സ് സം ടൈം. സോ കുറച്ച് ഭാഗം മെറ്റൽ പെട്ടെന്ന് സോളിഡിഫൈ ചെയ്ത് കുറച്ച് ഭാഗം മെറ്റൽ സോളിഡിഫൈ ചെയ്യുന്ന പതുക്കെയാണ്. സോ ദാറ്റ് ഈസ്
നോട്ട് ഫേവറബിൾ, അത് നമുക്ക് ഫേവറബിൾ അല്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ, കാസ്റ്റിംഗ് ഡിഫക്റ്റ് ഉണ്ടാവും, ബ്ലോ ഹോൾസ്, പിൻ ഹോൾസ്, അങ്ങനെ കുറേ കാസ്റ്റിംഗ് ഡിഫക്ട്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ വി നീഡ് എ യൂണിഫോം സോൾട്ടിഫിക്കേഷൻ. ഫോർ ദാറ്റ് നമ്മൾ ആ ഒരു ചില്ലിങ് എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി വാട്ട് വിൽ ഡു, വിൽ പ്രീ ഹീറ്റ് ദ മോൾഡ്, ആ മോൾഡിനെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അങ്ങനെ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കും. അപ്പം നമുക്ക് ആ ഒരു കാര്യം ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ വൺസ് മോർ ഐ എം സേയിങ്, വെൻ ദ മോൾട്ടൻ മെറ്റീരിയൽ ഈസ് poured, it will comes in, when it comes in contact with the mold, surface of the mold, what will happen, heterogeneous nucleation will start. So nucleus will start forms at the interface of the surface. ഈ സർഫസിൻ്റെ ഇൻ്റർഫേസിൽ എന്ത് സംഭവിക്കും, ന്യൂക്ലിയസ് ഫോം ചെയ്യും. സോ a large number of nuclei are formed at the surface of the container and a small number of nuclei are formed at the interior of the container. So what happened, ഇവിടെ ഈ ഒരു സൈഡിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ എന്ത് സംഭവിക്കും, കൂടുതൽ ന്യൂക്ലിയസ് ഉണ്ടാകുമ്പോൾ ഇവിടെ കൂടുതൽ ഗ്രെയിൻസ് ഉണ്ടാവും. അതായത് ഇവിടുത്തെ ഗ്രെയിൻസ് വളരെ സ്മോൾ ആയിരിക്കും. പക്ഷേ ഇൻറ്റീരിയർ എന്താണ്, ഇൻറ്റീരിയർ ടു ദ മോൾട്ടൻ മെറ്റീരിയൽ ദ നമ്പർ ഓഫ് ന്യൂക്ലിയസ് ഫോംഡ് ഈസ് ലെസ്. അപ്പോൾ എന്തെടുക്കും, ഗ്രെയിൻ സ്ട്രക്ചർ, ഗ്രെയിൻസ് കുറവായിരിക്കും. അതായത് ഈ നമ്മളൊരു മോൾട്ടൻ മെറ്റീരിയൽ എടുക്കുമ്പോൾ, ഒരു മോൾട്ടൻ മെറ്റീരിയൽ മോൾഡിൽ പോർ ചെയ്യുമ്പോൾ അതിൻ്റെ ഈ സർഫസിലാണ്, അതായത് അതിൻ്റെ കണ്ടെയ്നറുള്ള കോൺടാക്ട്സ് നമുക്ക് ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ടാകും. ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരുപാട് ഗ്രെയിൻസ് ഉണ്ടാകും. ഒരുപാട് ഗ്രെയിൻസ് ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗ്രെയിൻസിൻ്റെ സൈസ് എന്താണ്, വളരെ ചെറുതായിരിക്കും. മനസ്സിലായില്ലേ? പക്ഷേ ഇന്നർ പാർട്ടിൽ എന്താണ്, ഇന്നർ പാർട്ടിൽ ന്യൂക്ലിയസ് ഫോംഡ് ഈസ് ലോ നമ്പർ ഓഫ് ന്യൂക്ലിയസ് ഫോംഡ്. അപ്പം ഓരോ ന്യൂക്ലിയസും വളർന്ന് വലുതാകുമ്പോൾ എന്ത് സംഭവിക്കും, കുറച്ച് നമ്പർ ഓഫ് ക്രിസ്റ്റൽസ്, കുറച്ച് നമ്പർ ഗ്രെയിൻസ് ഉണ്ടാകത്തുള്ളൂ. അതാണ് ഡിഫറൻസ്. ഓക്കെ, മനസ്സിലായല്ലോ? സർഫസിൽ എന്തായിരിക്കും, ഫൈൻ ഗ്രെയിൻ ആയിരിക്കും, ഇൻറ്റീരിയറിൽ എന്തായിരിക്കും, കോഴ്സ് ഗ്രെയിൻ ആയിരിക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്ത് നമുക്ക് ഓറിയൻറ്റേഷനാണ്. ദ ഓറിയൻറ്റേഷൻ ആർ ഫോംഡ്, ഓറിയൻറ്റേഷൻ ഓഫ് ഗ്രെയിൻ ഫോംഡ് ഹാവ് റാൻഡം ക്രിസ്റ്റലോഗ്രാഫിക്. നമുക്ക് ഓറിയൻറ്റേഷൻ എങ്ങനെയായിരിക്കും, നമ്മൾ പറഞ്ഞു പല ഓറിയൻറ്റേഷൻ, ഇങ്ങോട്ട് പല ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷനാണ്. പക്ഷേ നമുക്ക് വേണം ഈ ഓറിയൻറ്റേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. വി ക്യാൻ കൺട്രോൾ ദ ഓറിയൻറ്റേഷൻ ഓഫ് ഗ്രെയിൻസ് യൂസിങ് സം മെറ്റലോഗ്രാഫിക് ടെക്നിക്സ്. സോ ഗ്രെയിൻസ് of iron having orientation 100. This is a family of direction. So direction higher, that family having more permeability. ആ ഒരു ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്തിരിക്കും ഗ്രെയിൻസിന് മോർ പെർമിബിലിറ്റി ഉണ്ട്. സോ we need a iron having more permeable, more magnetic permeable property. So we need to control the orientation in such a way that all the grains are aligned in the direction 100. Likewise we can control. So orientation is an important factor. So another one is effect of grain size, shape and orientation, dislocation and creep. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഡിസ്ലൊക്കേഷൻ ക്രീപ്പിലും നമ്മുടെ ഗ്രെയിൻ സൈസിൻ്റെ സൈസ്, ഷേപ്പ്, ഓറിയൻറ്റേഷൻ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.